ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ 65,000 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 64,600 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുൻപ് BTCയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ഡംപ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ക്രാഷിന് കാരണം അതും തമ്മിൽ നല്ല രീതിയിൽ കോറിലേറ്റഡ് ആണ്. കാരണം അത് തന്നെ ആയിരിക്കാം പൊതുവെയുള്ള റീസൺ എന്നാണ് മാർക്കറ്റ് സെന്റിമെന്റിൽ പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ജൂലൈയിൽ ETF എത്തീരിയം ETF ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ക്രിപ്റ്റോ ആണെങ്കിലും വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ BTC ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തീരിയം വാങ്ങണമെന്നുണ്ടെങ്കിൽ BTC കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എത്തീരിയം വാങ്ങാൻ പറ്റും. സോ അവിടെ ഒരു സെല്ലിൻ്റെ ആവശ്യമില്ല. എന്നാൽ BTC ETF ലിസ്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിനകത്ത് ഇപ്പം എത്തീരിയം ETF കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ BTC ETF വെച്ചിട്ട് വാങ്ങാൻ പറ്റില്ല. അതിന് പകരം അവർ എന്തെന്ന് വെച്ചാൽ എമൗണ്ട് US ഡോളറോ അല്ലെങ്കിൽ അങ്ങനത്തെ പൈസ എടുത്തിട്ട് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. സോ അതിന് അവർ എന്തെന്ന് വെച്ചാൽ അവരുടെ ഉള്ള BTC ഉള്ള സാധനം സെല്ല് ചെയ്യും, BTC ETF സെല്ല് ചെയ്യും. സോ ആ ഒരു റീസൺ കൊണ്ടാണ് മാർക്കറ്റ് ക്രാഷ് ആവുമെന്നാണ് പൊതുവെ പറയുന്നത്. ഈ ഒരു ജൂലൈയിലുള്ള എക്സ്പെക്ടേഷൻ, ജൂലൈയിലെ ETF സ്റ്റാർട്ട് ആവുമെന്ന് പറയുന്നതുകൊണ്ടാണെന്നാണ്. ETF സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ BTCയുടെ ഡൊമിനൻസ് കുറവാവുകയും ഓൾ സീസൺ റാലി തരുന്നൊക്കെയാണ് മൊത്തത്തിൽ പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു കറക്ഷൻ വന്നത്. അതാണ് മൊത്തത്തിലൊരു ന്യൂസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കറക്ഷൻ എന്നുള്ളതിൻ്റെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ന്യൂസ്, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ്, നമ്മുടെ സ്മാർട്ട് മണിയിലുള്ള കുറച്ച് അനാലിസിസ് വെച്ച് നോക്കിയപ്പം നമുക്ക് ഈ ഒരു 3 ഏരിയ മുൻപ് മാർക്ക് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, എത്ര പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഓൾറെഡി 3 ഏരിയ മാർക്ക് ചെയ്തിരുന്നു. സോ ആ ഒരു ഏരിയ പറഞ്ഞാൽ 63,500 to 60,000, 60,000 63,500 ഇടയിലുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഏരിയ, അങ്ങനെ കുറച്ച് ഏരിയാസ് ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഇപ്പം പോക്ക് കണ്ടിട്ട് ഇപ്പം ആ റേഞ്ചിലേക്ക് വരാനാണ് സാധ്യത. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് കറക്റ്റ് ചെയ്തിട്ട് മേ ബി പോകാൻ, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു വിക്ക് തട്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് പോകാനോ സാധ്യത ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അതോടെ കറക്ഷൻ, ഈ ഒരു സൈക്കിളിൽ കറക്ഷൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ബട്ട് പേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഒരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഒരു ഇതിൻ്റെ അപ്പുറത്ത് വന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഈ താഴത്തേക്കുള്ളതിലേക്കും ഒരു എന്തൊരു ഫ്ലാഷ് ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രാഷ് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ബട്ട് അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം BTC ഉണ്ടാവില്ല. മനസ്സിലായി, ജൂലൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ദിവസം കൂടി കഴിഞ്ഞ് ജൂലൈ ആയി. സോ ആ ഒരു റേഞ്ചിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ വന്ന് ഈ ഒരു എന്താ പറയുക ഡിസിഷണൽ സോണിൽ തന്നെ തട്ടിയിട്ട് തിരിച്ച് പോകുമെന്നാണ്, എക്സ്ട്രീമിലേക്ക് പോകുന്ന ഡിസിഷനിൽ തട്ടി തന്നെ തിരിച്ച് പോകും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് പറയാനാണ്. ഇപ്പോൾ മൊത്തത്തിൽ ബിറ്റ് കോയിൻ്റെ ഇൻഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അക്കോമുലേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് വിറ്റ് ഒരുപാട് BTC വെയിൽസ് എല്ലാം BTC വാങ്ങി കൂട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം എന്താ ഒരു 2 മണിക്കൂർ മുമ്പ് വന്ന റിപ്പോർട്ടാണ്. ഇത്രയും വലിയൊരു അക്കോമുലേഷൻ ഫേസ് ആണ് BTC. 20,000 ബിറ്റ് കോയിൻ ആണ് വെയിൽസ് അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത്. അതൊരു കറക്ഷൻ എന്നുള്ളത് മേ ബി ഒരു ഫൈനൽ കറക്ഷൻ ആയേക്കാം. സോ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു എന്താ പറയുക, ഇതിൽ പറഞ്ഞ 2014 ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ രീതിയിലൊരു അക്കോമുലേഷൻ നടന്നേക്കേണ്ട ഒരു സൈക്കിളാണെന്നാണ് പറയുന്നത്. സോ ഹോപ്പ്ഫുള്ളി അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ മുൻപ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഡെറിവേറ്റീവ്സിൻ്റെ കേസ്, ഡെറിവേറ്റീവ്സിൻ്റെ പ്രീമിയം പ്രൈസിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ബുള്ളിഷ് തന്നെയാണ്, ബേറിഷ് അല്ല എന്ന് പറയാം. സോ ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തിക്കാനാണ്. പാനിക് ആവട്ടെ, നിങ്ങൾ ഇത്രയും കൊല്ലം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം റീസെൻ്റ്ലി കുറച്ച് ഹൈയിൽ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെല് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാർക്കറ്റിലൊരു അഭിപ്രായം, മൊത്തത്തിലുള്ള അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് എൻ്റെയും അഭിപ്രായം. അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് ഒന്നും അല്ല. ഞാൻ മാർക്കറ്റിലുള്ള ഇൻഫർമേഷൻ, എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻസും ആർട്ടിക്കിൾസും ന്യൂസും വായിച്ചുള്ള ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്വിക്ക് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ വീണ്ടും ഫോളോ ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇനി അത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും അടിപൊളിയായിട്ട് ക്വിക്ക് അപ്ഡേറ്റ് അപ്പം യൂട്യൂബിലൂടെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.